മെസ്സേജാണ് വെച്ചാൽ സൂപ്പർ പടം, നല്ല പടം, നല്ല ഒരുപാട് സന്ദേശത്തിലൊരു മെസ്സേജ് ഉണ്ട്. എനിക്കൊരു തിരിച്ചുവരവാണ്, കോമഡി സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. പടം ഹിറ്റായിരിക്കും. നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവാണ്. അഭിനയിച്ചോ? എങ്ങനെയുണ്ട്? അടിപൊളി സിനിമയാണ്. കോമഡി ഉണ്ട്, കരച്ചിലുണ്ട്, പിന്നെ ഒരു വിജയം എന്നൊക്കെ പറയാം. നീയല്ലേ നിവിൻ പോളിനെ പേടിപ്പിക്കുന്നേ? ശരിക്കും പേടിപ്പിച്ചോ? നിവിൻ പോളി നിന്നെയാണ് പേടിപ്പിച്ചത്? നീയാണ് പേടിപ്പിച്ചു? അയ്യോ എന്നെ ചോടാ. ഒരുപാട് സിനിമകൾക്ക് ശേഷം ഗംഭീരമായിട്ടുള്ള മേക്ക് ഓവർ ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും എല്ലാ സ്റ്റൈലുള്ള സിനിമയാണ്. മൂസിയുടെ അത്യാവശ്യമുള്ള സിനിമയാണ്. ഓരോ ഇന്ത്യക്കാരനിടയിൽ ഒരു മലയാളി ഉണ്ടാവും, മലയാളിക്കിടയിൽ ഒരു നന്മ ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. സ്നേഹബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സിനിമയാണ് നിവിൻ പോളി ചിത്രം. ക്രിസ്ത്യൻ സ്റ്റീഫന്റെ മികച്ച പ്രൊഡ്യൂസിംഗ് രീതി വർക്കൗട്ടായി പോയി. മികച്ച പാട്ടുകൾ, മികച്ച അഭിനേതാക്കൾ, ജയശ്രീവാസന്റെ മികച്ച അഭിനയോടി വന്നപ്പോൾ സിനിമ ഒരു ആറാടുകയാണെന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ മഞ്ജു പിള്ളയുടെ മികച്ച പെർഫോമൻസ് വന്നപ്പോൾ സിനിമ മൊത്തത്തിൽ ഒരു ഉണ്ടായി. അപ്പോൾ എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് വേണ്ടിയുള്ള മികച്ച നന്മ നിറഞ്ഞൊരു ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് പറയും. അനശ്വര എന്ന് പറഞ്ഞ പെൺകുട്ടി മികച്ച രീതിയിൽ തന്നെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ലവ് സോങ്ങൊക്കെ മികച്ചതായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. അനശ്വരൻ നിവിനുമായിട്ട് ആദ്യമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ലപോലെ നല്ല വർക്കൗട്ടായി പോയിട്ടുണ്ട്. താങ്ക് യു. രാഷ്ട്രീയ പടമല്ല, എല്ലാം കൂടെ ചേർന്ന് ജയശ്രീനിവാസന്റെ എടുത്തു പറയുന്നത് നല്ലൊരു പല ക്യാരക്ടേഴ്സും സബ്ജക്റ്റാണ് തിയേറ്ററിൻ്റെ റെസ്പോൺസ് ഒക്കെ ഉണ്ടോ? വന്നിട്ടുണ്ട്. എന്തായാലും ഒരു തിയേറ്ററുകൾ നല്ലതാണ്. വളരെ ಭಾರಿ ನಷ್ಟ ಆಗ್ತದೆ ಈ ಸಿನಿಮಾ. ಅದಕ್ಕೆ ಎಲ್ಲ ಕ್ವಾಲಿಟಿಯಲ್ಲೆಲ್ಲ ಸೂಪರ್, ವೆರಿ ಬ್ಯೂಟಿಫುಲ್, ಫ್ಯಾಂಟಾಸ್ಟಿಕ್, ಎಲೆಕ್ಟ್ರಿಕ್ ಆ್ಯಂಡ್ beautiful film is wow, totally very nice film, Malayali from India, but the producer sounding missing, all level cinema is very very nice, beautiful butterfly, fantastic, so beautiful, so elegant, just looking at wow, hey prabhu kya hua, film hai super hai, बहुत super hai, okay. oh ഈ സിനിമയിൽ കുറെ രാഷ്ട്രീയക്കാരെ എടുത്തു കാണിച്ചത് നല്ല ധൈര്യപ്പെട്ട രീതിയിൽ സംവിധാനമാണ്. ആർക്കുള്ള നമ്മൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ നടക്കുന്ന എല്ലാം തുറന്നു കാണിക്കാമെന്ന് മനസ്സിലാക്കി ജനഗണമനയ്ക്ക് ശേഷം ഇത്ര കാലമായിട്ട് രീതിയിൽ ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. നിവിൻ പോളിക്ക് ഈ സിനിമ ഒരു പൊന്നുപോലാണ്. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൽ ഇതൊരു പൊന്നുപോലെ തന്നെയാണ്. നമ്മൾ സലികുമാറുടെ തിരിച്ചുവരവ് നടത്തി അദ്ദേഹത്തിന്റെ അപേക്ഷ ഗംഭീരമായിട്ട് ചെയ്തു. പാട്ടാണെങ്കിൽ സൂപ്പർ ഹിറ്റ്, ഫാമിലിയായിട്ട് കാണാൻ നല്ലൊരു മൂവിയാണ്. എന്തായാലും നമുക്ക് എവിടെ അഭിമാനത്തോട് പറയാം, നമ്മൾ മലയാളിയാണ് എവിടെയും പറയും. അവർ നല്ല സിനിമ, ഫാമിലി സിനിമ, എല്ലാവരും കാണും. അടിപൊളി.
കാണിച്ച കാര്യങ്ങളാണ് ഈ സിനിമ പറഞ്ഞിട്ടുള്ളത്. ശക്തമായിട്ട് ശേഷമുള്ള നെക്സ്റ്റ് ആഗ്രഹം പല രീതിയിൽ ഞാൻ തന്നെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഗംഭീരമായ ഒരു പെർഫോമൻസ് ആണ്. പക്ഷേ ഇത് കംപ്ലീറ്റ് രീതിയിൽ പുറകിലുള്ള ഒരു കഥയല്ല, സിനിമയുടെ കഥയിലാണ് ഇതിൻ്റെ സ്ട്രെങ്തിക്കുന്നത്. ഗംഭീര ചിത്രമായി എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചർച്ച ചെയ്യുന്നത് ഒരുപാട് തോന്നുമെങ്കിലും അതിൻ്റെ ഓരോരോ ആൾക്കാരും അതിൻ്റെ മനസ്സിലാക്കി